ഇത് എഴുതി 3 തവണ ആ ഇക്വേഷൻ സഹിതം 3 തവണ എഴുതി എനിക്ക് ഞായറാഴ്ച എഴുതി പഠിച്ചത് ഇട്ടേക്കണം എന്നിട്ട് ഇട്ടിട്ടില്ല ആരും. അത് പിന്നെ പോട്ടെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ പഠിച്ചു കാണും. ഉടനെ പഠിപ്പിച്ചിട്ട് പോലും ഉള്ള ഒരു ബോധം ഇവിടെ ഉള്ളവർക്കില്ല. നാളെ ഇത് കാണിക്കും, നാളെ ഇത് കാണിക്കും. നാളെ എന്തായാലും എഴുതി കാണിക്കണം. നാളെ എഴുതി കാണിച്ചില്ല ഞാൻ വിഷയാക്കും കേട്ടോ അഭിഷേക. ഞാൻ അമ്മേനെ വിളിക്കും. ഞാൻ കേട്ടോണ്ടിരിക്കുവാ എന്റെ പൊന്നും. ടീച്ചറെ ശ്രീഹരിയുടെ കണ്ടു. ശ്രീഹരി വിനോദില്ലേ, പുള്ളിനെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരേ നാട്ടുകാരാണല്ലോ. അതൊക്കെ ഇരിക്കട്ടെ കേട്ടല്ലോ. നാളെ റിയാക്ഷൻസ് ആരുടെയൊക്കെ പൊട്ടാസ്യം റിയാക്ഷൻ അല്ല, പ്രിപ്പറേഷൻ എക്സാമിന് ചോദിക്കുന്ന റിയാക്ഷൻ ആണ്. നിങ്ങളോട് എങ്ങനെയായാലും 2 റിയാക്ഷൻ എഴുതാനേ പറയത്തുള്ളൂ. പക്ഷെ പ്രിപ്പറേഷൻ നമ്മൾ ഈ പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ടുണ്ട്, ആരെങ്കിലും നോക്കി കൊടുത്തത് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ സമയം കിട്ടില്ല, ബാക്കി മറ്റേതെല്ലാം വായിച്ചു നോക്കി. മറ്റേത് സിമ്പിള്. നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ തീർന്നായിരുന്നു. ഇനി എത്ര നമുക്കുള്ളത് പെട്ടെന്ന് തീരും. ഇന്നും കൊണ്ട് പാഠം തീർന്ന് നാളെ മുതൽ നമ്മൾ ഓൺ എക്സാമിന്റെ റിവിഷൻ തുടങ്ങും കേട്ടല്ലോ. ഓൺ എക്സാം 5 പാഠം ഉണ്ട് ചേച്ചി. 4 പാഠം കാണത്തുള്ളൂ. അല്ലേ ചേച്ചി 5 പാഠം ഉണ്ടെന്ന് തോന്നുന്നത്. കെമിസ്ട്രി 10-12 പാഠമില്ലേ? കെമിസ്ട്രിക്ക് പാഠം കുറവാ. കെമിസ്ട്രിക്ക് മറ്റേ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് വരെ ഉള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. 4 പാഠം അത്രേ ഉള്ളൂ. ഫിസിക്സിന് 5 പാഠം ഉണ്ട്, അതിൽ ഒരു പാഠം കൂടി കിടക്കുന്നുണ്ട്. ഞാൻ പറയാം ക്വസ്റ്റ്യൻ. KMnO4 is a purple colored crystal and it acts as an oxidant. How will you prepare KMnO4 from MnO2? അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് അവിടുത്തെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ KMnO4 എന്നതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിന്റെ പ്രിപ്പറേഷൻ ആണ് അവിടെ ചോദിച്ചേക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ ചെറുതായിരുന്നു. ഒരു ലബോറട്ടറി പ്രിപ്പറേഷനും ഉണ്ട്, ഒരു കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷനും ഉണ്ട്. അത് രണ്ടും പഠിക്കണം അവിടെ. ലബോറട്ടറിയും പഠിക്കണം, കൊമേഴ്ഷ്യലും പഠിക്കണം. ചിലപ്പോൾ നിങ്ങളോട് എടുത്ത് ചോദിക്കാൻ ലബോറട്ടറി പ്രിപ്പറേഷൻ എഴുതാം. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് 2015 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളത്. ഹൗ വിൽ പ്രിപ്പയർ KMnO4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പറയുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഏതെങ്കിലും മെത്തേഡ് എഴുതിയാൽ മതി. പക്ഷെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അതൊരു 4 സ്റ്റെപ്പ് പ്രോസസ് ആയിരുന്നു. 4 സ്റ്റെപ്പ്. അതായത് ആദ്യം എന്താണ് നമ്മുടെ ഡൈക്രോമേറ്റിന്റെ ഓറിന്റെ പേരെന്താ? ക്രോമൈറ്റ്. അത് പിന്നെ വേറെ സാധനമാക്കി മാറ്റുന്നു. അപ്പൊ അത് എങ്ങനെയാണ്, എന്ത് രീതിയിലാണ്, അല്ലെ എന്ത് ചെയ്തിട്ടാണ് ആ ഒരു സംഭവമായിട്ട് മാറുന്നത്, അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ആ 4 സ്റ്റെപ്പ് പഠിക്കണം. അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആ പ്രൊഡക്റ്റ് എന്നാന്ന് ഓർത്താണ് മറ്റേ സാധനം എഴുതി തന്നേക്കാം. അതൊന്നും പോയി എഴുതി വെച്ചേക്കല്ല, പരീക്ഷയ്ക്ക് ആന മുട്ട കിട്ടും കേട്ടോ. മറ്റേ കറക്റ്റ് ആയിട്ട് എടുത്തു പറയണം. ക്രോമൈറ്റോ ഇന്നതുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് കിട്ടും, അതിന്റെ കെമിക്കൽ ഇക്വേഷൻ. അങ്ങനെയല്ല ഞാൻ എഴുതി തന്നേക്കുന്നേ. അത് കഴിയുമ്പം അവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു, അങ്ങനെ അടുത്ത പ്രൊഡക്റ്റ് കിട്ടുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ. അപ്പൊ ആ കാര്യം നാളെ എന്നെ എഴുതി കാണിച്ചു തരണം. നാളെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എഴുതിക്കും. ഈ പാഠത്തിന്റെ റിവിഷനും ഉണ്ട്. ഓക്കെ. അപ്പൊ നാളെ ഈ പാഠം മൊത്തം പഠിച്ചുകൊണ്ട് വരാവുള്ളൂ. നമ്മൾ ഇന്ന് ആക്ടിനോയിഡ്സും മറ്റേ ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സും തീർക്കും. സോ നമുക്കൊരു ചെറിയ പ്രോബ്ലം. സ്റ്റാർട്ട് ചെയ്യാം. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറെ പേരെന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കും. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പേരെന്താണ്? ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പൊ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിലെ
ലാസ്റ്റത്തെ 2 റോ ഇല്ലേ, അവരുടെ ഇടയിൽ വരേണ്ട ഒരു റോയാണ്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിന് ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ് ആര്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. പിന്നെ അവരുടെ പ്രോപ്പർട്ടിയുടെ ഒക്കെ ഡിഫറൻസ് കൊണ്ടും പിന്നെ പീരിയോഡിക് ടേബിളിന്റെ ഒരു അറേഞ്ച്മെന്റ് കൊണ്ടും നമ്മൾ ആ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിനെ എവിടെയാ പ്ലേസ് ചെയ്തേക്കുന്നത്? എവിടെയാ അഭിഷേകൻ? പീരിയോഡിക് ടേബിളിലെ ഏറ്റവും താഴെ. താഴത്തെ 2 റോയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ റോയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാന്തനോയിഡ്സ്. രണ്ടാമത്തത് ആക്ടിനോയിഡ്സ്. ഇനി നമ്മൾ പഠിക്കുന്ന അവരുടെ ചില പ്രോപ്പർട്ടീസ് ആണ്. നമ്മളെ ഡി ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, ചുമ്മാ പറഞ്ഞു പോകാനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയുന്ന പോയിന്റുകൾ മാത്രമേ നോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഹെഡിങ് എഴുതിക്കോ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എഫ് ബ്ലോക്ക് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക്. അതിൽ നമ്മൾ ലാന്തനോയിഡ്സിനെ കുറിച്ചിട്ടാണ് ആദ്യം പഠിക്കുന്നത്. ലാന്തനോയിഡ്സ്, LANTHANOIDS, LANTHANOIDS, lanthanoids. Okay, the F block elements are known as inner transition elements. One word ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് F block elementsന്റെ പേര് എന്താണ്? Inner transition elements ആണ്. D block ആണെങ്കിൽ എന്താ പേര്? Transition elements. Okay. The two horizontal row of element at bottom of the periodic table form the F block elements. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന 2 റോയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? F block elements എന്ന് പറയുന്നത്. The F block contain 2 series of elements, lanthanoid series and actinoid series. ലാന്തനോയിഡും ആക്ടിനോയിഡും ആണുള്ളത്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പീരിയഡിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. ലാന്തനോയിഡ് സീരീസും ആക്ടിനോയിഡ് സീരീസും. Lanthanoids are elements which are called rare earth elements. ലാന്തനോയിഡിന്റെ വേറൊരു പേരെന്താണ്? rare earth elements. So എഴുതിക്കോ, ലാന്തനോയിഡ്സ് ഒരു പോയിന്റ് ഇട്ടിട്ട് എഴുതിക്കോ. Lanthanoids are the element which are called rare earth element. Rare earth elements. Lanthanoids are the element which are called the rare earth elements. The rare earth elements. Okay, ഒരു 1 word question ആണ് കേട്ടോ. And which are characterized by filling 4f orbitals. പ്രത്യേകത എന്താണ്? അതിന് 4f orbital ആണ്. ലാന്തനോയിഡ്സിന് 4f ആണ്. അതിന്റെ ഓർബിറ്റൽസ് ഒന്ന് എഴുതി വെച്ചോ, ചിലപ്പോൾ മറന്നു പോകും. 4f ആണ് ലാന്തനോയിഡ്സിന്. Lanthanoids contain 4f orbitals. There are 14 4f electrons. നമുക്കറിയാം എഫിൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 14 ഇലക്ട്രോൺസ് കൊള്ളും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. There are 14 4f electrons. എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ടോട്ടൽ 14 ഇലക്ട്രോൺസ് ആണ് കൊള്ളുന്നത്. The 14 elements that follow actinium ore characterized by filling the 5f orbital in their atom are called actinoids. അത് കഴിഞ്ഞിട്ട് 5f ഫിൽ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ലാന്തനോയിഡ്സ് ആണെങ്കിൽ 4f, ആക്ടിനോയിഡ്സ് ആണെങ്കിൽ 5f. ഇതാണ് ജനറൽ ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മളെല്ലാം ഒന്നും എഴുതിയിട്ടില്ല. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറൊരു പേര് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അവരെ സെപ്പറേറ്റ് ചെയ്ത് താഴെ 2 സീരീസ് ആക്കിയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് ലാന്തനോയിഡ്സിന്റെ വേറെ പേരെന്താണ്? റയർ എർത്ത് എലമെന്റ്സ് എന്നാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ഈ ലാന്തനോയിഡ്സ് എന്ത് ചെയ്യണത് എവിടെയായിരിക്കും? ഏത് സബ്ഷെല്ലിലാണ്? 4f സബ്ഷെല്ലിലും. ആക്ടിനോയിഡ്സ് ആണെങ്കിൽ 5f സബ്ഷെല്ലിലും ആണ്.
ഓക്കെ, അടുത്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് നമുക്ക് ലാന്തനോയിഡ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. എഴുതിക്കോ. 4f 1 to 14, 4f 1 to 14, 5d 0 to 1 കേട്ടോ. ഒന്നെങ്കിൽ d 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. 0 to 1 and 6s2, 6s2. ഡി സബ്ഷെൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ ഡി സബ്ഷെൽ ഇലക്ട്രോൺ കാണിയല്ല, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ കാണും. അതിൽ കൂടുതൽ ഫില്ലാവില്ല. എവിടെ? നമ്മുടെ ലാന്തനോയിഡ്സിൽ. ഓക്കെ, ഓർക്കണം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു 1 word ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലാന്തനോയിഡ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 4f 1 to 14. എഫിൽ എപ്പോഴും ഓർത്തോണം 14 ഇലക്ട്രോൺ ഉണ്ട്, അതാണ് 1 to 14. ആൻഡ് ഡി ബ്ലോക്കിൽ എപ്പോഴും, അത് ഡി ബ്ലോക്കിലല്ല, നമ്മുടെ ലാന്തനോയിഡ്സിൽ ഡി സബ്ഷെൽ എത്ര ഇലക്ട്രോൺ കാണത്തുള്ളൂ? ഒന്നെങ്കിൽ ഇലക്ട്രോൺ കാണില്ല, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ, അതിൽ കൂടില്ല. അടുത്തത് 6x ആണ്. 6xൽ എത്ര ഇലക്ട്രോൺ കാണും? 2 ഇലക്ട്രോൺ ഫിൽ ആയിരിക്കും. ഓക്കെ, the valence electron of lanthanoids enter into 4f orbitals. നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ്, അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 4fലായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ എനർജി കൂടുതൽ 4fനാണ്. നമ്മുടെ ആ ഓർഡറിൽ എഴുതുമ്പോൾ, നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഡറിൽ എഴുതുമ്പോൾ. സോ ഇവനാണ് ശരിക്കും ലാസ്റ്റ് കിടക്കുന്ന ഷെൽ. The electronic configuration of lanthanoid, lanthanoid is 4f0, 5d1, 6s2. ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. കണ്ടോ, ഇവിടെ 4f0 ആണ്. ഐ തിങ്ക് ലാന്തനോയിഡിന് തൊട്ട് മുമ്പുള്ള ആളുണ്ടല്ലോ, നമ്മുടെ ആ സീരീസ് സ്റ്റാർട്ട് കിട്ടി ഞാൻ പറയാം. അപ്പൊ ലാന്തനോയിഡ്, നമ്മുടെ എഫ് ബ്ലോക്കിൽ കിടക്കുന്ന ലാന്തനോയിഡ്, അവന്റെ എഫ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? അത് എഫ് സബ്ഷെല്ലിൽ അല്ല ഇലക്ട്രോൺസ് ഉള്ളത്, പകരം എവിടെയാണ്? ഡി സബ്ഷെല്ലിലാണ് ഒരു ഇലക്ട്രോൺ ഉള്ളത്. നമ്മുടെ ആ കോപ്പറിന്റെ ക്രോമിയത്തിന്റെ ഒക്കെ കാര്യം നമ്മൾ പഠിച്ചു ഓർക്കണില്ലേ? അതേപോലത്തെ ഒരു എക്സെപ്ഷണൽ കേസാണ് ഈ ലാന്തനോയിഡിന്റെ. ലാന്തനോയിഡിൽ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് എഫ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 1 to 14. ആൻഡ് ഡി ബ്ലോക്കിലാണെങ്കിൽ 0യോ 1ഓ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ലാന്തനോയിഡിന്റെ കാര്യം വരുമ്പോൾ ആർക്കാണ് 0? 4fനാണ് 0. 4f സബ്ഷെല്ലിൽ എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, EU has the electronic configuration of 4f7, 5d0, 6s2. ഇവിടെ കണ്ടോ, d0 ആണ്. EU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. ലന്താനല്ലേ ചേച്ചി? അല്ല, ലാന്തനോയിഡ്. ലാന്തനോയിഡ് ലന്താന, ആ എലമെന്റിന്റെ പേര് ലന്താനെന്നാണ്. While the GD is 4f7, 5d1 and 6s2. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5d 0 ആയിരുന്നു. ഈ EU കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ആളാണ് GD. ഓരോ എലമെന്റ്സ് ആണ് കേട്ടോ. ആൻഡ് അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്താണ്? അവൻ ഒരു ഇലക്ട്രോൺ എവിടെയാണ് ആഡ് ചെയ്തേക്കുന്നത്? 5dയിലായിരുന്നു. സോ ഇവിടെ വരെയുള്ള ഇലക്ട്രോണിന്റെ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ലാന്തനോയിഡിന്റെ അല്ല, ലന്താനത്തിന്റെ ആണെങ്കിൽ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവിടെ 4fൽ ഇലക്ട്രോൺ 0 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഡ്യൂ ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് എഫ് ഓർ ഓർബിറ്റൽ. അതിന് കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി മൂലമാണ് ഈ ഒരു കോൺഫിഗറേഷൻ എഴുതുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇയുടെയും ജിഡിയുടെയും കാര്യം വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. സിമിലർലി YB has electronic configuration 4f14, 5d0, 62, while that of LU is 4f14, 5d1, 6s2. This is due to extra stability of completely filled f orbital. So നമ്മൾ ഇവിടെ ഫിൽ ചെയ്യാൻ നോക്കുന്നത് f ഓർബിറ്റലിനെയാണ്. ആദ്യത്തെ കേസിൽ f ഓർബിറ്റൽ എല്ലാം 7 ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 7 ഇലക്ട്രോൺ ആണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരേണ്ടത് എഫ് സബ്ഷെല്ലിലാണ്. പക്ഷെ നമ്മുടെ GDയുടെ കാര്യം എടുത്തപ്പോൾ അത് എങ്ങോട്ടേക്കാണ് പോയത്? ഡിയിലാണ്. D5D1 എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? നമ്മുടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് എഫ് ഓർബിറ്റൽ.
എഫ് ഓർബിറ്റിൽ പകുതി വരുന്നത്, അതായത് 7 ഇലക്ട്രോൺ. ഇവിടെ YD-യുടെയും അതുപോലെ തന്നെ LU ഇവരുടെ കാര്യം എടുക്കുമ്പോൾ എന്താണ്, ഫുൾ ഫീൽഡ് എഫ് ഓർബിറ്റിലാണ് മോർ സ്റ്റേബിൾ. സോ അതുകൊണ്ട് എന്താണ്, ഇവിടെ ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് വന്നത്, ഡിയിലേക്ക് വന്നത്. ഓക്കെ, ഇത് നമ്മുടെ ലാന്തനോയിഡ്സിലെ എലമെന്റ്സിനെ തന്നിട്ട് അവരുടെ അറ്റോമിക് വാല്യൂ ആണ്. സീറിയം CE 58, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിക്കേ +3 +4. അതുപോലെ തന്നെ അങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അടുത്താണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്. അതായത് നമ്മളൊരു പീരീഡിൽ പോകുമ്പോൾ എങ്ങനെയാണ്, ഗ്രൂപ്പിൽ പോകുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. The atomic and ionic radius decreases from lanthanum to luteum. ലന്താനം മുതൽ ലൂട്ടിയം വരെ പോകുമ്പോൾ, അതായത് ഒരു സീരീസിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇവന്റെ അറ്റോമിക് റേഡിയസ് കുറയും. ഓർത്തു വെക്കണം, അറ്റോമിക് റേഡിയസ് കുറയുവാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലമാണ്. എന്തുകൊണ്ടാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ? അതെന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. സോ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ലാന്തനോയിഡ് മുതൽ ലെന്താണ്, അതായത് നമ്മൾ ഇങ്ങനെ പീരിയോഡിക് ടേബിളിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ലെന്താനാണ് ലാസ്റ്റ് കിടക്കുന്നയാള് നമ്മുടെ ലാന്തനോയിഡ് സീരീസില്. അങ്ങനെ പോകുമ്പോൾ അവന്റെ അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അയോണിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുവാണ്. അതിന് റീസൺ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ലാന്തനോയിഡ് കൺട്രാക്ഷൻ. എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. Lanthanide contraction. In the Lanthanide series, there is a regular decrease in atomic and ionic radius with increased atomic number. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം ഇവിടെ എന്താണ് കുറയുന്നത്, അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അയോണിക് റേഡിയസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. This steady but slow decrease in the size of atom or ion of lanthanoid with increase in atomic number is called lanthanoid contraction. എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് വേണേ ചോദിക്കാം. എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ, എന്താണ് അതിന്റെ റീസൺ? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, അപ്പൊ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ പതുക്കെ, എന്ന് വെച്ചാൽ വലിയ വലിയ വ്യത്യാസമൊന്നും അല്ല കേട്ടോ ഈ റേഡിയസിന്, ചെറിയ ചെറിയ കുറവാണ്. സോ ഈ ചെറുതായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള ഈ ഒരു ഡിക്രീസിങ് സൈസിന്റെ ഡിക്രീസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തെടുത്ത് എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ആദ്യം അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും പറയണം, എഴുതിക്കോ, ഞാൻ പറയുന്ന പോലെ എഴുതിക്കോ. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്. Atomic and ionic radius. The atomic and ionic radius decreases from lanthanum to luteum. ബ്രാക്കറ്റിൽ എഴുതിക്കോ, in a period. ലന്താനം LANTHANUM, ലന്താനം 2, ലൂട്ടിയം LUTETIUM, ബ്രാക്കറ്റിൽ ഇൻ എ പീരിയഡ്. അതിന്റെ റീസൺ എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ആക്ടിനോയിഡിന്റെ കാര്യം എടുക്കുമ്പോൾ അതിന് വേറൊരു റീസൺ ആണ്. എന്താണത്? ആക്ടിനോയിഡ് കൺട്രാക്ഷൻ. ഓക്കെ, സെയിം റീസൺ ഒക്കെ സെയിം തന്നെയാണ്. ഇനി എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ? ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്താന്ന് എഴുതിക്കോ. The steady STADY, but slow decrease in the size of atoms or ions.
size of atoms or ions, size of atoms or ions of the lanthanoids, of the lanthanoids, of the lanthanoids, of the lanthanoids with increase in atomic number, with increase in atomic number, with increase in atomic number, with increase in atomic number is called lanthanoid contraction, is called lanthanoid contraction. ഓക്കെ, എന്തായിരിക്കും അതിന്റെ റീസൺ? ഈ ലാന്തനോഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന ആരെ തന്നെ ആയിരിക്കും? എന്തായിരിക്കും അതിന്റെ ആ ഒരു കെമിസ്ട്രി? അത് നമ്മുടെ എഫ് ഓർബിറ്റിലേക്ക് ഈ കൂടുതലായിട്ട് ആറ്റംസ് ഇലക്ട്രോൺസ് കയറുമ്പോഴത്തേക്കും ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ ഷീൽഡിങ് എഫക്റ്റ് കുറയും. ഷീൽഡിങ് എഫക്റ്റ് കുറവായതുകൊണ്ട് തന്നെ ഔട്ടർ ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ കൂടും. അതായത് നമുക്കറിയാം ഒരു സീരീസിൽ ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, അല്ല ഒരു പീരീഡിൽ എന്തിന്റെ എണ്ണം കൂടുന്നില്ല? ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, അല്ലേ? ഉണ്ടോ? അങ്ങനെയാണോ അഭിഷേക്? പീരീഡിലാണോ ഗ്രൂപ്പിലാണോ ഷെല്ലിന്റെ എണ്ണം കൂടിയല്ലാത്ത? ഒരു പീരീഡിൽ അപ്പം എന്താണ് ഷെല്ലിന്റെ എണ്ണം കൂടത്തില്ല. ഇവിടെ ഇപ്പൊ 4f ആണ് ലാസ്റ്റ് ഷെൽ. അങ്ങനെയാണ് എല്ലാ ഇലക്ട്രോൺസും വന്ന് എന്ത് ചെയ്യുന്നത് അവിടെ ആയിരിക്കും? ലാസ്റ്റ് ഷെല്ലായിട്ടുള്ള 4fലായിരിക്കും. ആൻഡ് ഇവിടെ എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഷീൽഡിംഗ് എഫക്റ്റിനെ കഴിഞ്ഞ് കുറവാണ്. അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിന് കിട്ടും. സോ ഈ സാധനത്തെ തന്നെയാണ് നമ്മൾ ഇവിടെ ലാന്തനോയിഡിന്റെ കേസിൽ എന്തെന്ന് പറയണത്? ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഓക്കെ, സോ നമുക്ക് വായിച്ചിട്ട് എഴുതാം. ഇത് മൊത്തം ഒന്നും എഴുതണ്ട, കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ട് ഞാൻ തരാം. As we move along lanthanoid series, the nuclear charge increases by 1 unit at each successive element. ഓരോ എലമെന്റ് കഴിയുന്നതിനനുസരിച്ച് ഓരോ യൂണിറ്റ് വെച്ചിട്ട് നമ്മുടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. The added electrons goes to the same subshell 4f. നമുക്കറിയാം ഒരു പീരീഡിൽ എന്തിന് ചേഞ്ച് വരുന്നില്ല? സബ്ഷെല്ലിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. The f electrons have poor shielding effect and so they cannot effectively seal the outer electrons from the attraction of the nucleus. The increased nuclear charge attract the electron cloud more and there will be a steady decrease in size. ഇത് അവിടുത്തെ ഷീൽഡിംഗ് എഫക്റ്റ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ. സോ ന്യൂക്ലിയസിന് പുറത്തുള്ള എല്ലാ ഇലക്ട്രോൺസിനെയും അട്രാക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ഷെല്ലിന് വ്യത്യാസം വരുന്നില്ല, ഇലക്ട്രോൺസിനെ നന്നായിട്ട് പിടിക്കാൻ പറ്റും, അതുകൊണ്ട് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റീസൺ എഴുതിക്കോ. മൊത്തം എഴുതണായിരിക്കും, കുഴപ്പമില്ലല്ലോ. റീസൺ ആയിട്ട് എഴുതിക്കോ. റീസൺ: as we move along lanthanoid series, as we move along lanthanoid series, as we move along lanthanoid series, the nuclear charge increases, the nuclear charge increases, the nuclear charge increases by 1 unit, by 1 unit, by 1 unit at each successive elements, at each successive elements, at each successive element. Full stop. The added electrons, the added electrons, the added electrons goes to the same subshell, goes to the same subshell, goes to the same subshell for F. Full stop. The F electrons have, the F electrons have, the
F electrons have poor shielding effect. Poor shielding effect. F ഓർബിറ്റലല്ലേ ചേച്ചി? എന്തോ? F ഓർബിറ്റലല്ലേ? The F electrons അവിടെയുള്ള electrons, F electrons. The F electrons have poor shielding effect. Poor shielding effect, and so they cannot effectively screen. They cannot effectively screen. They cannot effectively screen the outer electrons. The outer electrons. The outer electrons. Outer electrons from the attraction of the nucleus. From the attraction of the nucleus. From the attraction of the nucleus. First, the increased nuclear charge. The increased nuclear charge. The increased nuclear charge. The increased nuclear charge attracts the electron cloud. Attracts the electron cloud. Attracts the electron cloud. More, and there will be a steady decrease in size. More, and there will be a steady decrease in size. Okay. So ലാന്തനോഡ് കൺട്രാക്ഷനെ കുറിച്ച് അതേ പറയാനുള്ളൂ. ലാന്തനോഡ് കൺട്രാക്ഷൻ ഒരു സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് പറയുന്ന കേട്ടോ, നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളേ. അപ്പം എന്തുകൊണ്ടാണ് ലാന്തനോയിഡ്സിന്റെ അറ്റോമിക് അല്ലെങ്കിൽ ആനിക് റേഡിയസ് ഒരു പീരിയഡിൽ പോകുമ്പോൾ കുറയാൻ കാരണം? ലാന്തനോഡ് കൺട്രാക്ഷൻ കാരണമാണ്. ആൻഡ് എന്താണ് ലാന്തനോഡ് കൺട്രാക്ഷൻ? അതിന്റെ റീസൺ പഠിച്ചു വെക്കണ്ടാകും കേട്ടോ. അടുത്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം +3+4 +3+4 +2 അങ്ങനെ എന്താണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവ് ആർക്കും ഉണ്ട്? ലാന്തനോയിഡ്സിനുണ്ട്. ലാന്തനോയിഡ്സ് ഷോയിങ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. The most stable oxidation state for lanthanoids is +3. ഒരു one word question ആണ്. ലാന്തനോയിഡ് ഏറ്റവും സ്റ്റേബിൾ ആകുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എത്രയിലാണെങ്കിലാണ്? +3 സോ അതൊന്ന് നോട്ട് ചെയ്തത്. മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. The most stable oxidation state for lanthanoids. The most stable oxidation state for lanthanoids. ഏതാണ്? +3 oxidation state ആണ്. Lanthanoids can exhibit other oxidation state like +2, +4 also. അല്ലാണ്ട് ഇഷ്ടംപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആര് കാണിക്കാറുണ്ട്? ലാന്തനോയിഡ്സ് കാണിക്കും. അപ്പൊ പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഹാസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ. This is due to extra stability of half-filled and full-filled F subshell. എന്തുകൊണ്ടാണ് റീസൺ? എന്തുകൊണ്ടാണ്? This is due to extra stability of full-filled and half-filled F subshells. General ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. Lanthanoids are silvery with silvery white soft metals. ഒരു സിൽവർ കളറുള്ള വൈറ്റ് സോഫ്റ്റ് മെറ്റൽസ് ആണ് ആര്? ലാന്തനോയിഡ്സ്. സോ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രോപ്പർട്ടീസ്. They are silvery, 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 white, soft metal.
used in the production of used for the production of alloy steel or alloy steels for plates and pipes. For kitchen. എന്തോ For for the production of for plates and pipe pipes. Okay. Next ആണ് they are used as catalyst in cracking of petroleum. They are used as catalyst in cracking of petroleum. Cracking of petroleum. കേൾക്കുന്നുണ്ടല്ലോ, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. എന്റെ നെറ്റ് തീർന്നു പോയിട്ടാണ് ബ്ലറായി. ഒരു മിനിറ്റ്.
ചേച്ചി ഇപ്പൊ വരും. ചേച്ചിക്ക് അവിടെ നെറ്റിന് ഇച്ചിരി ഇഷ്യൂ ഉള്ള സ്ഥലമാ. നിന്റെ റെക്കോർഡൊക്കെ കഴിഞ്ഞോടാ? ആ ഞങ്ങൾക്ക് ഇവിടെ +1 തുടങ്ങിയായിരുന്നു, തീരാറായി. ഇവന്റെ ഞാൻ വരച്ചോണ്ടിരിക്കുവാ. വരച്ച എവിടെ പഠിക്കണ? ഞാൻ നീവിലടാ വിശ്വഭാരതി. വിശ്വഭാരതിയിലാ? നിന്റെ കൂടെയാണ് അശ്വിൻ എന്ന് പറഞ്ഞെടുത്ത്. അശ്വിൻ സിയാണോ? അശ്വിൻ ഫുൾ നെയിം അറിയോ? അശ്വിൻ അരമോനാ ഇവിടെ ശ്രീശരിയിലൊക്കെ കൂട്ടുകാരനാ. ആണോ? ഈ അടുത്തൊരു കാറൊക്കെ എടുത്ത് അവനാണോ? ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുത്തേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവന് അനിയത്തിയുണ്ട്. അനിയത്തി മീൻസ് അവളുടെ അവന്റെ അതേ ഏജിലുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയാണോ പഠിത്തമൊക്കെ? കുഴപ്പമില്ല. ഇവിടെ ഇവരെങ്ങൊന്നും പഠിക്കണമൊന്നുമില്ല. എന്റെ പൊന്നുമാനെ പുസ്തകം എടുക്കുന്നത് ടീച്ചറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് ഉപ്പാട് തപ്പിപ്പറക്കി എടുത്തോണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. പാരത്തിന് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞ അവിടെ ഇരുന്ന് വരെ അത് കൊള്ളാം. ഞാൻ ഉള്ളതുകൊണ്ട് എന്റെ ടീച്ചറിന്റെ ഇപ്പൊ കണ്ടാ തുറന്നപ്പോ കോണാക്കിയപ്പോഴും പറഞ്ഞോ, അയ്യോ എനിക്ക് റെക്കോർഡ് എഴുതാനുണ്ട്. എന്റെ പൊന്നോ എന്തൊക്കെയാ പറയണേ. പഠിത്തം ഇവിടെ ഇരുന്നോണ്ട് ഉള്ളത് വരം മൊത്തം എന്റെ തലയിലാ. എഴുത്തോ ഞാനല്ലേ എഴുതണേ. നന്നായി. അടുത്തത് നീ എവിടെ പഠിക്കണേ? സ്കൂൾ എവിടെയാ? പാലക്കുഴ. ഞങ്ങള് എലഞ്ഞിയാടാ. വീട് ഇവിടെ പെരുമ്പടവ. എല്ലാം കഴിച്ചാർന്നോ? ഇല്ലടാ, ഇത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ. ഇവിടെ ക്ലാസ്സിന്ന് ലെഫ്റ്റ് ആയിക്കോളാൻ ആര് പറഞ്ഞു? ചേച്ചി എന്താ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്ക് എന്തുവാ പറഞ്ഞേ? നാളെ ക്ലാസ് ഇല്ല, നാളെ ഉള്ളു. നാളെ ചേച്ചി കൂടുതൽ എടുക്കാന്ന്. എന്നാ ഓക്കെ. ശരി എന്നാ ബൈ.